അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുന്നാസ്. സൂറത്തുന്നാസ് ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ്. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ സൂറത്തുന്നാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുന്നാസിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ 6 ആയത്തുകളാണ്. ആയത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറുകളെയാണ് ആയത്തുകൾ എന്ന് പറയുന്നത്. ഇത് കുൽ എന്ന് മുതൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെ ആയ നമ്പർ 1, ആയ നമ്പർ 2, 3, 4, 5, 6. അപ്പോൾ ഈ വട്ടത്തിൽ, ഈ വൃത്തത്തിന്റെ സർക്കിളിന്റെ ഉള്ളിലുള്ള നമ്പറുകളെയാണ് ആയത്തുകൾ എന്ന് പറയാം. നമ്പറിനെ അല്ല, നമ്പർ വരെ ഉള്ളതിന്. അപ്പോൾ ആയ 1 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ആയ 1 ഇതല്ല വരിക, ആയ 1 ഇതാണ്. ആയ 6 ഇതാണ് വരിക. അപ്പോൾ ഈ നമ്പറുകൾ പഠിച്ചു വെക്കുന്നത് എളുപ്പമാണ്. ഇത് 1, 2, 3 മലയാളത്തിൽ എഴുതുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എഴുതുന്ന, കണക്കിൽ എഴുതുന്ന 3, അത് ഇങ്ങനെ ഇട്ടൊരു വാല് താഴോട്ട്. ഇത് 4, 5 എന്ന് എഴുതുമ്പോൾ വട്ടത്തിലാണ്, 0 എഴുതുന്ന പോലെ വട്ടത്തിൽ. 6, 6ഉം 2ഉം ഏകദേശം ഒരുപോലെയാണ്. അതിൻ്റെ ഈ വലതുവശത്തേക്ക് ഇങ്ങോട്ടും ഇത് ഇടതുവശത്തേക്കും ഉണ്ടാവും. അതാണ് 2, 6. 1, 2, 3, 4, 5, 6. 6 ആയത്തുകളാണ് ഉള്ളത്. നമ്മൾ തിലാവത്തിലേക്ക് നമുക്ക് പോകാം. തിലാവ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് പഠിക്കാൻ, ആദ്യമായിട്ട് സൂറത്തുന്നാസ് പഠിക്കുന്ന ആളുകളും പിന്നെ പഠനത്തിൽ കുറച്ചുകൂടെ മഖ്റജ് ശരിയാക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഓരോ വേർഡും കൃത്യമായിട്ട് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ് ഉണ്ടാവുക. വളരെ ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റത്തെ അക്ഷരങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു പോവാണ്. ഇത് ഖാഫ്, ലാം. ഇത് നമ്മളെ മലയാളത്തിലെ ക എന്നുള്ള സൗണ്ട് വരരുത്. ഇത് ലാം. ഈ ലാമിന് നമ്മൾ മണൽ എന്ന് പറയുന്ന ആ ഒരു സൗണ്ടാണ് വരിക. കാരണം അതിന്റെ മേലുള്ളതാണ്. ഇതിനാണ് സുക്കൂൻ എന്ന് പറയാം. ഇത് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ നിരന്തരം എന്താണ് സുക്കൂൻ, എന്താണ് ലൊമ്മ്, അങ്ങനെയൊന്നും പറയില്ല. അപ്പം തുടക്കത്തിലെ ഇതൊക്കെ പഠിച്ചു വെക്കണം. അപ്പം ഹർക്കത്തിന്റെ പേരുകളായിരിക്കും ഞാൻ പറയാം. അപ്പൊ ഇത് സുക്കൂനാണ്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ഉള്ള, പണ്ടൊക്കെ മദ്രസയിൽ നിന്ന് വട്ടത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുക. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഖുറാനിൽ എല്ലായിടത്തും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഉസ്മാനി ലിപി അഥവാ സൗദി പ്രിന്റ് വരുന്ന, അല്ലെങ്കിൽ മദീന മുസ്ഹഫ്, ഇതാണ് ഒഫീഷ്യൽ ഖുറാൻ. നമ്മൾ മലബാരി ഖുറാൻ എന്നൊക്കെ പറയുന്ന നമ്മൾ ഓതുന്ന ഖുറാനൊന്നും അല്ല ശരിയായ ഖുറാൻ. ഒറിജിനൽ അറബ് വേർഷൻ ഇതാണ്. മറ്റത് ഉറുദു അല്ലെങ്കിൽ അഫ്ഗാനി അല്ലെങ്കിൽ മറ്റ് പല രാജ്യക്കാരും അവരുടെ സൗകര്യത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയ ഖുർആനിന്റെ ഫോണ്ടുകളാണ്. പക്ഷെ ഏറ്റവും ആധികാരികമായ തജ്വീദും ശരിയായതും നമ്മൾ പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. അപ്പം വീണ്ടും വരാം. ഖ, ല. ഇതാണ് ഈ ഖാഫിനെ ഹു എന്നാവുന്നത് അതിന്റെ മേലെ ഈ ഒരു സാധനം അഥവാ ദമ്മ വന്നത് കൊണ്ടാണ്. ദമ്മ ഉ എന്ന സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഏത് അക്ഷരത്തിന്റെ മേലെ ഇത് വന്നു കഴിഞ്ഞാൽ ഉ എന്ന ആ സൗണ്ട് ആ അക്ഷരത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ലാം വന്നോടുകൂടി ൽ, കുൽ, കുൽ. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. കുൽ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ക്യാഫിന്റെ സൗണ്ട് ഓഫായിട്ട്, കാഫ് എന്ന് വേറെ അക്ഷരമാണ്, അത് വരരുത്. മലയാളത്തിലെ ക ഇതിൽ കുൽ എന്നായി പോകരുത്. മിക്ക ആളുകൾ ഓതുമ്പോൾ കുൽ എന്നാണ് വരാറുള്ളത്. പിന്നെ ഇത് അടുത്ത വേർഡിൽ 1, 2, 3, 4 4 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് അലിഫ്. നമ്മൾ അലിഫ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ എന്ന് പറയരുത്. ആ അല്ല ഇത്. കാരണം അലിഫ് മാത്രമല്ല ഇവിടെ ഉള്ളത്. അലിഫിന്റെ മുകളിലായിട്ട് അംസ ഉണ്ട്. ഈ അംസയുടെ പ്രത്യേകത എന്ന സൗണ്ട്. അതായത് നമ്മൾ പെട്ടെന്നൊരു വേദന, ഒരു നടന്നു പോകുമ്പോൾ ഒരു മുള്ളു കാലിൽ നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേദന, ആ വേദനയിൽ എന്ന് പറയാറുണ്ട്. എന്ന സൗണ്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഔദ് അല്ല, ഊദ്, എന്ന സൗണ്ടാണ് വരിക. അതൊക്കെ തജ്വീദിന് അത്രയും ഡീപ്പ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓതുമ്പോൾ അങ്ങനെയാണ് ശരിയായിട്ട് ഓതേണ്ടത്. എന്ന സൗണ്ട് വരണം. എന്നാൽ എന്ന സൗണ്ട് അല്ല. രണ്ടാമത്തെ ആയിനുള്ളത് ആയിനാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അലിഫ്,
ഐൻ, വാവ്, ദാൽ. അപ്പൊ ഈ ഐൻ എന്ന അക്ഷരത്തിന് പിന്നെ ഇവിടെ കൊടുത്ത അ എന്ന സൗണ്ട് വരരുത്. അവിടെ എന്ന് പറഞ്ഞു നോക്കണം, എൻ്റെ കൂടെ ഇങ്ങനെ പറയാ ഓ. അപ്പോൾ എന്ന സൗണ്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ മഹ്റജ്. അഥവാ മഹ്റജ് എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായ ഉത്ഭവിക്കേണ്ട സ്ഥലത്ത്, ഏത് ഭാഗത്തു നിന്നാണോ വായുടെ ഭാഗത്തു നിന്ന് നമുക്ക് ശബ്ദം വരേണ്ടത് അവിടുന്ന് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഓ എന്നാണ് ഇവിടെ വരുന്നത്. ഉണ്ടാ. അപ്പോൾ ഈ എന്ന വാക്കിന് എന്നാവാൻ കാരണം ദൊമ്മാണ്. നേരത്തെ ഇവിടെ ഖാഫിന്റെ മേലെ ദൊമ്മ വന്നത് കൊണ്ട്, ദൊമ്മ മീൻസ് ഇത് വന്നത് കൊണ്ട് കു എന്നായതുപോലെ ഐന് എന്നാവാൻ കാരണം ഇതാണ്. അപ്പോൾ എന്നതിന് ചേർന്ന് കൊണ്ട് ഇവിടെ ഒരു വാവ് കാണാം. ഈ വാവ് ഇതിലേക്ക് ചേരുമ്പോൾ എന്ന സൗണ്ട്. അപ്പോൾ എന്നതിന് എന്നാവാൻ കാരണം ഇത് ബ എന്നാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബ എന്നാണെങ്കിൽ ബൂ എന്നാവും. അതുപോലെ എന്നത് എന്നാവുന്നത് ഈ വാവ് വന്നത് കൊണ്ടാണ്. പിന്നെ ഇവിടെ ദാല് വന്നു. ഈ ദാലിന്റെ മേലെ ദൊമ്മ ഉണ്ട്. അപ്പോൾ ഇത് ലു ആയി. അപ്പോൾ ഈ ദൊമ്മന്റെ 3 പ്രയോഗങ്ങൾ പഠിച്ചു ഇവിടെ. കു, ലു, അഊലു, അഊലു, കുൽ അഊലു. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു. ഔദു എന്നായി പോരുത്. പലരും ഓതുന്ന ഔദു എന്ന് പറയും. അഊലു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി, അതിലാണ് അഊദു. അത് തന്നെയാണ് ഇവിടെ. ഇസ്തിആദ ചെയ്യാണ്, ശരണം തേടുക, അഭയം തേടുകയാണ്. അഊദു. ഇതിന്റെ തഫ്സീറിന്റെ ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. തജ്വീദ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ മീനിങ്ങിൽ പോകുന്നില്ല. പിന്നെ അടുത്ത വേർഡ്, മൂന്നാമത്തെ വേർഡ് ബ, പിന്നെ റോ. ഇവിടെ ശരിക്കും കളറും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. കളറ് ഈ നീല കളറിൽ, ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ജഹിരി ആയിട്ട് വായ നിറച്ചുകൊണ്ട് പറയേണ്ടതാണ്. ഇവിടെ കോ 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 ഉണ്ടോ, കോ കോ, വായ നിറയുന്നുണ്ട്. റോ റോ ഉണ്ട്, റ എന്നൊന്ന് പറഞ്ഞു, റോ റോ. അപ്പോൾ ബിറോ. 3 അക്ഷരങ്ങൾ ഇത് വരുന്നത്. ബ, റോ, ബ. ഇനി കെസ്ര. മേലെ ഹംസയുടെ മേലെ ഇവിടെ ഫത്ഹ എന്ന് പറഞ്ഞ ഈ മേലെ വരക്കാണ് ഫത്ഹ എന്ന് പറയുക, താഴെ വരക്ക് കെസ്ര എന്ന് പറയും. കെസ്ര. അപ്പൊ അതും ഇപ്പോഴും മനസ്സിൽ വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹർക്കത്തുകൾക്കൊക്കെ ഇനി ഉള്ള ക്ലാസ്സുകളിൽ ആ ഹർക്കത്തുകളുടെ പേരാണ് പറയാം. ഇവിടെ കെസ്ര വന്നു, ഇവിടെ ഫത്ഹ വന്നു എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. മേലെ വരുന്നത് ഫത്ഹ, താഴെ വരുന്നത് കെസ്ര. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലൊമ്മ ഇത്. ഓക്കെ. ഇനി പുതിയ ഒന്നുകൂടെ പഠിക്കുക. ഈ ഡബ്ല്യു പോലെ ഇതിന് ഷെദ് എന്ന് പറയും. ഈ ഷെദ്ദിന്റെ പ്രത്യേകത, ഇത് ഏറ്റവും കട്ടി ബ എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ദുബ എന്നാണ് വരിക, പക്ഷേ അടിയിൽ കെസ്ര വന്നുകൊണ്ട് ബി എന്നാവും. ഇവിടെ ബാക്ക് കെസ്ര വന്നാൽ ബി എന്നാവും. അപ്പം ഈ കെസ്രന്റെ ഉദ്ദേശം എന്താണ്? ഏത് അക്ഷരത്തിനെയും ഇകാര ശബ്ദം, ഇംഗ്ലീഷിലെ ABCDE വരുന്നത് ഇ എന്ന സൗണ്ടിലേക്ക് ആ ലെറ്ററിനെ കൺവേർട്ട് ചെയ്യാനാണ് ഈ കെസ്ര യൂസ് ചെയ്യുന്നത്. അപ്പൊ ബി, ടി, തി അങ്ങനെ വരും. ഫത്ഹന്റെ ഉദ്ദേശം അതിന് അകാര ശബ്ദം അ ബ ത ന ബ ന അങ്ങനെ ആ ഒരു സൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫത്ഹ വരുന്നത്. ഈ ഷദ്ദ എന്ന് പറയുന്നത് അക്ഷരത്തിന് ഡബിൾ സ്ട്രോങ് ആയിട്ട് സൗണ്ടിലേക്ക് സ്ട്രോങ് ആക്കാൻ. അപ്പൊ ബി എന്നാക്കി മാറും. അപ്പൊ ബി റബ്ബി. ഞാൻ 3 വേർഡ് ഒന്ന് പറഞ്ഞു നോക്കാം. ഖുൽ അഊദു ബിറബ്ബി, ഖുൽ അഊദു ബിറബ്ബി. ഓക്കെ. ഇനിയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അടുത്ത വേർഡിൽ. ഇതിൽ ശരിക്കുള്ള അക്ഷരങ്ങളൊന്നും ഇപ്പൊ പരിചയപ്പെടുത്തി തരാം. ഇതിൽ 1 2 3 4 5 5 അക്ഷരങ്ങളുണ്ട്. അലിഫുണ്ട്, ലാം, നൂൻ, സീന്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേ കളർ, ഈ കളർ കോഡഡ് ഖുറാനിൽ ഗ്രേ കളറിലുള്ള, അത് ഏത് മുസഫാണെങ്കിലും ഗ്രേ കളറിലുള്ള അക്ഷരം നമ്മൾ പറയേണ്ടതില്ലേ ഇല്ല. അതായത് നമ്മൾ പറയണ്ട. ഓക്കെ. പക്ഷെ അത് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ, ചിലർ പിന്നെ എന്തിനാ അവിടെ ഇങ്ങനെ പറയേണ്ടാത്തൊരു അക്ഷരം, അത് ഒറ്റക്കാണെങ്കിൽ നമ്മളത് പറയും. അത് ആ ഒരു സിംഗിൾ വേർഡ്, അറബ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് കൂടുതൽ നെഹവും സർഫും ഒക്കെ പഠിക്കുമ്പോൾ, അതിന് കൂടുതൽ ഗ്രാമർ പഠിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാത്തോടത്തോളം നമുക്കത് മനസ്സിലാവില്ല. അത് അങ്ങ് വിട്ടേക്കും, ലീവ് ഇറ്റ്. നമ്മളിതിപ്പം തജ്വീദ് പഠിക്കുന്നിടത്ത് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അത് ഗ്രേ കളർ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. ഓക്കെ. ഇനി ഇതിന് അലിഫ് ലാം എന്നാ പറയാ. അലിഫ്, ഇത് ലാം. സാധാരണ നമ്മൾ അലിഫിന്റെ മേലെ കണ്ടത് ഹംസയാണ്. പക്ഷെ ഇവിടെ ഒരു ബലൂണ് പോലെ ഒരു സംഭവം കാണാം.
ഇത് വസിലിന്റെ അലിഫ് എന്നാണ് ഇതിന് പറയാ. ഇത് ഈ അലിഫിന് ശരിക്കൊരു ഇതിന്റെ മെയിൻ യൂസേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിലാണെ പറയും. ഇപ്പോൾ ഈ സൂറത്ത് തുടങ്ങുന്നത് ഈ ഒരു ആയത്തിന്റെ തുടക്കം, ആയത്തിന്റെ തുടക്കം കു അല്ലേ, കൂന് പകരം ഇവിടെ ഈ അലിഫാണെങ്കിൽ അത് നമ്മൾ നിർബന്ധമായിട്ട് പറയണം. നമ്മൾ ഫാത്തിഹയിൽ ഇത് തുടക്കത്തിൽ തന്നെ കാണാം, അൽഹംദുലില്ലാഹി ഇതാണ് ഉണ്ടാവുക. ഇതല്ല ഉണ്ടാവുക, ഈ അലിഫ് ഹംസ അല്ല ഫാത്തിഹയിൽ ഉണ്ടാവുക, പകരം അൽഹംദു ഇതുണ്ടാവുക. അപ്പോൾ ഇത് തുടക്കത്തിലാണെങ്കിൽ ബലൂൺ അലിഫ്, നമുക്ക് ഇതിന് ഒരു പേരിട്ടാം. ഞാൻ ഈ ടേം യൂസ് ചെയ്യാൻ പലപ്പോഴും ഇത് പറയും ബലൂൺ അലിഫ് എന്ന്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കണം. ഈ ബലൂൺ അലിഫിനോട് ചേർന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക പറയാം. ഓക്കെ, ദെൻ ലാം. ഈ ലാമിന്റെ ഇത് ലാമാണ്. ഈ ലാമ് നമ്മൾ അലിഫ് ലാമും പലയിടത്തും, ഇതിന്റെ തൊട്ട് താഴെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടല്ലേ ലാമ്, ഇതൊരു ലാമാണ്, ഇതൊരു ലാമാണ്. ഇതേപോലെ ലാമാണിത്. ഇത് വെള്ള കളറാണ്, വൈറ്റ് ആണ്, ഇവിടെ ഗ്രേ കളറാണ്. അപ്പോൾ ഇവിടെ വെള്ള കളറ് നമ്മൾ പറയും ശരിക്കും, ഇവിടെ പറയൂല. ഈ ഗ്രേ കളർ നമ്മൾ പറയില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറയാത്തതെന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? അത് അറബ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ നമുക്കിവിടെ ഈസി ആയിട്ട് എവിടൊക്കെ ലാമ്, പലർക്കും ഇത് നമ്മൾ അറബിയിൽ പറയാണ് ഹുറൂഫ് ഷംസിയ, ഹുറൂഫുൽ ഖമരിയ. അതായത് അഷംസു എന്നുള്ളതിന് നമ്മൾ അലിഫ്ലാമ് പറയില്ല, അൽ ഖമർ പറയും. അപ്പോൾ അൽ ഖമർ എന്നുള്ള വാക്കിന് നമ്മൾ അൽ ഖമർ പറയാം, അക്കമർ എന്ന് പറയില്ല. ഷംസ് എന്നുള്ളതിന് അഷംസ് എന്ന് പറയും, അൽ ഷംസ് പറയില്ല. അപ്പം ഖുർആൻ ഓതുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അലിഫ്ലാമ് ചിലയിടത്ത് ഉണ്ടാവും, ചിലയിടത്ത് നമ്മൾ പറയണം, ചിലയിടത്ത് പറയണ്ട. പ്രത്യേകിച്ച് നമ്മൾ ഈ കളർ കോഡഡ് അല്ലാത്ത ഖുർആൻ, കളർ കൊടുക്കാത്ത ഖുർആനില്ലേ, നോർമൽ പിന്നെ എന്താ പറയുക, ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുള്ള ഫോണ്ടുള്ള അക്ഷരങ്ങൾ ഓതുമ്പോൾ നമുക്ക് ഖുർആൻ ബുക്ക് എടുത്ത് ഓതുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അലിഫ്ലാം എവിടെ പറയണം പറയണ്ടെന്ന്. അവിടെയാണ് നമുക്ക് എവിടെ പറയണം എന്നുള്ളിടത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. ഈ ലാമിന് മുകളിൽ സുക്കൂൻ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ നോക്കുക, ഇത് അലിഫിന്റെ മേലെയാണ്, ഇത് നൂനിന്റെ മേലെയാണ്. ഈ ലാമിന്റെ മേലെ സുക്കൂൻ ഇല്ല, അപ്പോൾ നമ്മളത് പറയണ്ട. അതായത് വെരി ഈസിയാണ്, ലാമിന് മേലെ സുക്കൂൻ ഇല്ലെങ്കിൽ പറയണ്ട. അപ്പോഴാണ് ഇവിടെ നേരത്തെ താഴെ ഞാൻ അടുത്തുമ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ലാമിന് മേലെ സുക്കൂനുണ്ട്, അവിടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആയത്ത് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞു. ഇതുകൂടെ ഒന്ന് പറഞ്ഞു പോട്ടെ. ഈ ഗ്രീൻ കളർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നൂന് ഷെദ് വന്നാൽ, നമുക്ക് ഇവിടെ ബാന് ഷെദ് വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ബ ബി എന്നാ പറഞ്ഞു. അതുപോലെ നൂനിന് ഷെദ് വന്നാൽ ഇബ എന്ന് പകരം ഈ നൂന് ഷെദ് വന്നാൽ മൂക്കോണ്ട് ഒരു സൗണ്ട് ആക്കി നൂനെ മാറ്റും. നൂന് ഓൾറെഡി ഒരു മൂക്കൊണ്ടുള്ള എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. അതിനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. നമ്മൾ റബ്ബിന്നാസ് എന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ ഈ നൂനിന് ഇവിടെ ഈ ഒരു കളർ, ഇതിന് എന്ത് കളർ എന്നാ പറയാം, നമ്മൾ ഒരു ലൈറ്റ് റെഡ് എന്നൊക്കെ പറയാം, ഒരു കാവി കളർ അല്ലേ. ഈ ഒരു കളറിലേക്ക് ഒരു അലിഫ് ഇവിടെ കിടക്കാം, ഇത് അലിഫാണ്. ഈ അലിഫ് ഈ നൂനിലേക്ക് ചേരണം. അപ്പോൾ ഇവിടെ 2 വർക്ക് ഉണ്ട്. നൂനിന് നീട്ടവും വേണം, മണിക്കും വേണം. മണിക്കുക എന്നാണ് പറയാം, മണിക്ക, മൂക്കൊണ്ട് മണിക്കുക എന്ന് പറയും, പാട്ട് പാടുന്ന അതാണ്. അവിടെ ബിറബി കഴിഞ്ഞിട്ട് നേരെ അലിഫില്ല, ലാമുമില്ല. അലിഫ് എന്തുകൊണ്ടല്ലാത്തത്? ഇത് തുടക്കത്തിലല്ല. ലാം എന്തുകൊണ്ടില്ലാത്തത്? അതിന് സുക്കൂനില്ല. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ബിറബിൻ നാസ്, ഇതാണ് തജ്വീദ്. അതിന്റെ തിലാവ ഏതാണ്? റബ്ബിൻ നാസ്. അപ്പോൾ റബ്ബിൻ നാസ്, അപ്പോൾ അത് ഒരുപാട് അങ്ങനെ നീട്ടി പോകും വേണ്ട. എന്നാൽ റബ്ബിന്നാസ്, അങ്ങനെ പലരും റബ്ബിന്നാസ്, റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ലായിന്നാസ്, അങ്ങനെയുള്ള ഓത്ത് ശരിയല്ലെന്ന് അയാൾ ആരാവട്ടെ, എത്ര വലിയ ആലിമാവട്ടെ, പണ്ഡിതനാവട്ടെ, വീറുള്ളവനാവട്ടെ, വീറില്ലാത്തവനാവട്ടെ, ആരാവട്ടെ, ഒന്നും ശരിയല്ല. എന്താ കാരണം? ഈ നൂനിനെ കൺസിഡർ ചെയ്തേ പറ്റൂ. അതങ്ങനെയാണ് തിലാവയുടെ നിയമം. അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്യണം, ഒരു 3 സെക്കൻഡ്, 1 2 3 അത്ര നേരമെങ്കിലും മിനിമം. റബ്ബിൻ ഒന്ന് പറഞ്ഞു നോക്കണേ, ബിറബ്ബിൻ നാസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് താഴത്തൊന്ന് മുഴുവനായിട്ട് പറയാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അത്രയാണ് പറയേണ്ടത്. നമുക്ക് ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞു, ഇതിൽ സംശയങ്ങളൊന്നുമില്ല. ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു പോവാം.
ലാം അഊദു ഖുൽ അഊദു ബിറബ്ബി റബ്ബിന്നാസ്. കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഒരായത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ആയത്തിൽ രണ്ട് വേർഡാണ്. ഒന്ന് മലിക്കി, അന്നാസ്. അപ്പോൾ മലിക്കിയിൽ 3 അക്ഷരങ്ങൾ. ഫസ്റ്റ് അക്ഷരം മീം, രണ്ടാമത്തെ ലാം, ക്യാഫ്. മീമിന് ഫത്ഹുണ്ട്. ഫത്ഹുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? മേലെ വരെയുണ്ട്. ലാം, ഇത് ലാമാണ്. ഇത് കൂട്ടി എഴുതുമ്പോൾ അതിൻ്റെ അടുക്ക് ലാം ഈ കാഫിലേക്ക് നമ്മളെ കാഫ് ശരിക്കും ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു വരയും കൂടി ഉണ്ടാവും കാഫ് എഴുതുമ്പോൾ. പക്ഷേ ഈ കാഫിനെ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ക്യാണ്. ഈ ക്യാ വേറെ മോഡലിൽ വരും. അത് വൈകാതെ നമ്മൾ കാണും. താഴെ ഉണ്ട്. ഇത് ഖാഫാണ്. ഇതാണ് ആദ്യം പറഞ്ഞത്, കുൽ പറയരുത്, ക്യാഫ് തന്നെ പറയണമെന്ന്. ഓക്കെ, ഇവിടെ ക്യാഫ് പറയണം, ഇവിടെ ഖാഫ്, കുൽ. ഇവിടെ മലിക്കിയാണ്, മലിക്കി. ഈ മലിക്കി എന്നുള്ള വാക്ക് കി എന്ന സൗണ്ട് ആണ് വരിക. മലിക്ക് കൈ എന്ന് പറയില്ല. അത് മറ്റേ ആദ്യത്തെ പറഞ്ഞ ഖാഫ്. ഇവിടെ മാലിക്കി, മലിക്കി. അപ്പോൾ ഇവിടെ മാലിക്കി എന്നാവാൻ പാടില്ല, അല്ല മലിക്കി എന്നാവാൻ പാടില്ല. മലിക്കി അത്രയേ ഉള്ളൂ, മലിക്കി അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ നൂൻ അലിഫ് സീന്. അലിഫ് ലാമ് വേണ്ടതില്ല, കാരണം അലിഫ് തുടക്കത്തിലല്ല, ലാമിന് സുക്കൂനുമില്ല. അപ്പോൾ ഇത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഈ 2 അക്ഷരങ്ങൾ. അപ്പോൾ മലിക്കിൻ, 3 സെക്കൻഡ് നൂനെ ഹോൾഡ് ചെയ്യുന്നു. മലിക്കിൻ നാസ്. ഒരു കാര്യം വിട്ടുപോയി. നമ്മളിവിടെ ശരിക്കും നാസി എന്നല്ല പറയേണ്ടത്. നമ്മളിവിടെ കാണുന്നത് എന്താണ്? നാസി എന്നാണ്. നാസി എന്നാണ് നമ്മൾ പറയേണ്ടതും. പക്ഷെ നമ്മൾ നാസി എന്ന് പറയുന്നില്ല. കാരണം എല്ലാ ആയത്തുകളും അവസാനിക്കുക സാക്കിനായിട്ട്, അതായത് സുക്കൂനായിട്ട്. നമ്മളിവിടെ ഡിസപ്പിയർ ആയിട്ട് നമ്മൾ ഈ ഒരു സുക്കൂനില്ലേ, ഈ കുൽ എന്ന് പറയുന്ന പോലെ. കുൽ എന്ന് പറയാൻ കാരണം എന്താണ്? സുക്കൂനുള്ളതുകൊണ്ടാണ്. ഒന്ന് നിർത്തുമ്പോൾ അത് തജ്വീദിന്റെ ഒരു അദബാണ്. ബി റബ്ബിൻ നാസ്. ആരും ഓതൂലല്ലോ ഖുർആൻ റബ്ബിൻ നാസി. നിർത്താൻ തന്നെ ഒരു ഇടങ്ങേറാണ്. അപ്പോൾ ആ തിലാവയുടെ ഒരു സൗകര്യത്തിനും കൂടി കണക്കെടുത്താണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓതി പോകാന്ന് വിചാരിക്കാം. ഈ ഇവിടെ അങ്ങനെ ഓതുന്നത് ശരിയല്ല. എന്നാലാവട്ടെ അങ്ങനെ ഓതാറുണ്ട് ചിലരൊക്കെ. അപ്പോൾ ഈ ഒരു ആയത്ത് ഇവിടെ കട്ട് ചെയ്തിട്ട്, അതായത് ഈ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഖുൽ റബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസി. അപ്പോൾ ആ സി പറയുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓതുമ്പോഴാണ്. അല്ലാതെ ഇപ്പോൾ അവസരത്തിലൊക്കെ നമ്മൾ ഇവിടെ മാത്രമല്ല ഖുറാനിൽ എവിടെയും നമ്മൾ അവസാനിപ്പിക്കുക നാസ് സാക്കിനായിട്ടാണ്, ചില സന്ദർഭങ്ങളിൽ ഒഴികെ. മലിക്കിൻ നാസ്, എന്താ മലിക്കിൻ നാസ്. അപ്പൊ മൂക്കിൽ ഇങ്ങനെ കയറി വരുന്ന സൗണ്ട് നാസ്. അതാണ് രണ്ടാമത്തെ ആയത്തും പഠിച്ചു കഴിഞ്ഞു. ഇനി 1-2 ആയത്തൊന്ന് വെറുതെ ഒന്ന് ഓതി നോക്കുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. അത് 2 ആയത്തുകൾ കഴിഞ്ഞു. ഇനി 3-ാമത്തെ ആയത്തിൽ ഫസ്റ്റ് വേർഡ് 3 അക്ഷരങ്ങളുണ്ട്. അലിഫുണ്ട്, ലാം, ഹ. ഇത് ഹായാണ്. ഹ ശരിക്കും നമ്മൾ ലവ് എന്ന് എഴുതിയ പോലെയാണ് കാണുക ശരിക്കും ഖുറാനിൽ. പക്ഷെ ഇവിടെ കൂട്ടി എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത്ര എഴുത് ഹ ആണ്. ഹ ഹ. ഈ ഹ പറയുമ്പോൾ നമ്മൾ മറ്റേ ഹ പറയരുത്, ഇലാഹി എന്നൊന്നും ആക്കരുത്. ഇലാഹി. ഇത് ശരിക്കും നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന ആ ഒരു സൗണ്ടിലേക്ക് ഇത് വരണം. അപ്പോഴാണ് അതിന്റെ ശരിയായ മഖ്റജാവുക. ഹ ഹ ഹ ഹ. ഇലാഹി ഉണ്ടോ, ഇലാഹീൻ അങ്ങനെ വരണം. ഇ എന്നുള്ളത് ABCD ഇ എന്ന സൗണ്ട് നേരത്തെ പറഞ്ഞു. മലയാളത്തിലെ ഈ അല്ല, ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഇലാഹീൻ ഉണ്ടോ. ഈ ലാനെ സാധാരണ ഇതിപ്പോ ലാ എന്നല്ലേ ഉള്ളൂ. ഇവിടെ ലാക്ക് മേലെ ഒരു ഫതഹ് ഉണ്ട്, അപ്പോൾ ലാ എന്നേ ഉള്ളൂ. പക്ഷെ ഈ ലാമിലൊരു കുഞ്ഞു ഒരു വരയിട്ട്, ഇത് ശരിക്കും അലിഫിന്റെ പകുതിയാണ്. ഇതിപ്പോ ഒരു അലിഫല്ലേ, ഈ ഒരു അലിഫിന്റെ കട്ട് ഇവിടെ അത് മുറിച്ചതാണ്. ഇത് ഹാഫ് അലിഫ് എന്നാണ് ഇതിന് പറയാ. നമ്മൾ ഈ ഇതിന് ഞാൻ ബലൂൺ അലിഫ് എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ നിങ്ങൾക്കും എനിക്കും മനസ്സിലാവാൻ വേണ്ടിയുള്ള ടേം. അതുപോലെ ഇതിന് ഹാഫ് അലിഫ് എന്ന് ഞാൻ പറയാം ഇടക്കിടക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ലാമൽ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ഓതാന്ന് വിചാരിച്ചോ, ഇലാഹി പറ്റില്ല, ഇലാഹി അത്രയേ ഉള്ളൂ. അത് ഒരുപാട് നീട്ടരുത്. നമ്മൾ തജ്വീദിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം. പക്ഷേ
നീട്ടാൻ പാടില്ലാത്തത്ര നീട്ടാൻ പാടില്ല. ഒന്നുകൂടെ പറയാ വാക്ക്, നീട്ടേണ്ടടുത്ത് നീട്ടണം, നീട്ടാൻ പാടില്ലാത്തത്ര നീട്ടാൻ പാടില്ല. തോന്നിയ പോലെ നീട്ടരുത്. ഓക്കെ, ഓവറാക്കരുത്. അത് പലരും ജീവിത ഒരു നല്ല കാര്യമാണ് ആളുകൾ കേൾക്കാനോ, അല്ലെങ്കിൽ ഒരു നല്ല പാട്ടുകാരൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറാക്കി ഒന്നും അവിടെ ഉഷാറാക്കും. അങ്ങനെ ഉഷാറാക്കാനൊന്നും ശരിക്കും തജീവീദിന്റെ ഹുക്കുമുകൾ പാലിച്ചോതുന്ന ഒരു കാരീന്, ഒരു കാരി ആഴാന്നുള്ള നമ്മുടെ ഒരു നല്ലൊരു കാരി ആവുക. കാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആളാവുക, റിസൈറ്റർ ആവുക എന്നുള്ളിടത്ത് എന്നൊരു സ്വപ്നമാണ് നമ്മൾ ഇതിപ്പോൾ പഠിക്കുമ്പോഴും ഉള്ളത്. അപ്പോൾ റിസൈറ്റർ എന്ന് പറഞ്ഞാൽ ട്യൂൺ അതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ട്യൂണിന് വേണ്ടി തജ്വീദ് ഇല്ലാതാവരുത്. അതുകൊണ്ട് ഒരുപാട് നീട്ടാൻ പാടില്ല. ഇലാഹി അത്രയേ ഉള്ളൂ. ഇലാഹി. ഓക്കെ, യാ ഇലാഹി മലയാളത്തിലൊക്കെ പറയില്ല, അതുപോലെ ഇലാഹി. പിന്നെ ഇത് നാസ്. ഇതിപ്പോൾ നാസ് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ വേർഡാണ്. ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല. അലിഫ് ലാം നമ്മൾ ഉച്ചരിക്കുന്നില്ല. അലിഫിന് ഹംസ് ഫസ്റ്റ് അല്ല, തുടക്കത്തിലല്ല. ലാമിന് സുക്കൂനും ഇല്ല. പിന്നെ നൂന് മണിക്കുക, അലിഫ് ചേർക്കുക, നാസ്. അപ്പോൾ മൂന്നാമത്തെ ആയത്തൊന്ന് ഓതി നോക്കുക. ഇലാഹിൻ നാസ്. അസ് എന്നുള്ളത് അങ്ങനെ തന്നെ വരണം. നാസ് എന്നൊന്നും പറയരുത്. കൽക്കലിയുടെ അക്ഷരം അത് പിന്നീട് പഠിക്കും. കൽക്കലിയുടെ അക്ഷരം വരും മാത്രമാണ് അങ്ങനെ സ് ബ് ബ് എന്നൊക്കെ വരിക. അല്ലാത്തടത്തും എല്ലാ അക്ഷരങ്ങളും നമ്മളൊരു ആ ഒരു കാറ്റ് പുറത്തു പോകുന്നത് നാസ് അസ്, അത് സൈലന്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ആയത്തിലേക്ക് പോകാം. നാലാമത്തെ ആയത്തിന്റെ ഒരു പ്രത്യേകത, രണ്ടക്ഷരമാണ്. ഇതിൽ ഗ്രീൻ കളർ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളേഴ്സ് എന്തിനെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഗ്രീൻ ഫോർ മ്യൂസിക്. മനസ്സിൽ അങ്ങനെ വിചാരിച്ചു വെക്കുക. ഗ്രീൻ ഫോർ മ്യൂസിക്, കളർ വിചാരിച്ചു വെക്കുക. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നെസൽ സൗണ്ട്, മൂക്കൊണ്ടുള്ള തെരിമൂക്കിലും ആ പാട്ട് പാടുന്ന അല്ലെ ആ ഒരു ശബ്ദം ഇതിലേക്ക് വരണം, ഗ്രീന്. ഓക്കെ, അപ്പം മിന്നിന്റെ ഈ നൂനിന് എന്താ പ്രത്യേകത? ഈ നൂനിന് ഹെർക്കത്തില്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ സൂറത്തിൽ ഏതെങ്കിലും അക്ഷരത്തിന് ഇവിടെ ഒരു യാക്ക് വന്നിട്ടില്ല. അതൊഴികെ മിക്ക അക്ഷരത്തിനും ഹർക്കത്തുകൾ അഥവാ ദമ്മ, കിസ്റ, ഫതഹ, സുക്കൂൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഈ നൂന് ഒന്നുമില്ലാത്ത ദരിദ്രനായ ഫക്കീറായിട്ടുള്ള ഒരു നൂനാണ്. അതായത് ഈ നൂനൊന്നുമില്ല. അപ്പൊ ഈ നൂൻ എങ്ങനെ നമ്മൾ പറയാ? ഒന്നുമില്ലാത്ത നൂൻ ഖുർആനിൽ വന്നാൽ അതിന് നല്ല ബ്യൂട്ടി, നല്ല മൂക്കൊണ്ടുള്ള ശബ്ദം കൊടുക്കുക. മീ, എന്ത് രസാണ്! മീ എന്ന് മണിച്ചിട്ട് അത്രയും സമയം എടുത്തു. മീൻ ഷെരിൽ വസ്വാസിൽ ഖന്നാസ് അങ്ങനെ ഒന്നും ഓതരുത്. മീ, നന്നായിട്ട് പാടാൻ അറിയുന്നവർ കുറച്ചുകൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അക്ഷരം കൂടിയാണിത്. മീ, ഉണ്ടല്ലേ, അതുപോലെ പറയാം. അങ്ങനെ പറയുന്നതിന്റെ മര്യാദ. ഓക്കെ, ഇനി അടുത്ത വേർഡ് രണ്ടക്ഷരാണ്. ഒന്ന് ഷീൻ. സീനല്ല, ഷീനാണ്. ഈ 3 പുള്ളിയുള്ള ഷീൻ. ഷ എന്നാണ്. ഷരി. ഈ ഷരി എന്നുള്ള കുറച്ചൊരു ചെരിവ് ഇതിൽ നമ്മൾ ഓതുമ്പോൾ വരാറുണ്ട്. അത് അറബ് ശൈലിയാണ്. ശരിക്കും ഷരി എന്ന് പറയുന്നത് ശരി. അത് ശരി നമ്മൾ മലയാളത്തിൽ പോലെ അത് ശരി എന്ന് പറയാം. അതുപോലെ ശരി. അപ്പോൾ ശരി എന്ന് പറയാം. മീ ശരി. അപ്പോൾ അത് ഒന്നും പറയാനില്ല കൂടുതൽ. ഈ ഡബ്ല്യു ഇത് നമ്മൾ അക്ഷരത്തിന് സ്ട്രോങ് ആവുന്ന ഡബിൾ സൗണ്ട് വരുന്ന ഇതിന് യൂസ് ചെയ്യുന്നു. ഇത് കെസറയാണ്. അപ്പോൾ ഈ ഇപ്പം ഇവിടെ ഫതഹായിരുന്നു നൂനിന് നമ്മൾ കൊടുത്തത്, ഷെദ് കൊടുത്തത്. ഇവിടെയും ഫതഹായിരുന്നു. ഇവിടെ കെസറ അറാക്ക് ശബ്ദം കട്ടി കൂട്ടുന്നതും ഇവിടെ പഠിച്ചു. അപ്പോൾ മീ ശരി ഉണ്ടാ. ഇനിയാണ് നമ്മൾ അടുത്ത വേർഡ്. അടുത്ത വേർഡിൽ കുറേ അക്ഷരങ്ങളുണ്ട്. എത്ര ഉണ്ട്? അലിഫുണ്ട്, ലാമുണ്ട്, വാവുണ്ട്, സീന്, എഗെയിൻ വാവ്. ഈ വാവ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. ചുണ്ട് വട്ടത്തിലാകണം. നിങ്ങളുടെ ചുണ്ട് ഒന്ന് ഇങ്ങനെ നോക്കുക, കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. വാവ് എന്ന് പറയുമ്പോൾ വട്ടത്തിലാകണം. വാവ് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ കഴിയുന്നത് വരെ വട്ടത്തിലായാലാണ് തിലാവ. ഇപ്പം എൻ്റെ ഒരു ഷെയ്ഖ് ഉണ്ട്, എനിക്ക് 2 ഷെയ്ഖുമാരുണ്ട്. ഒന്ന് ഒരു അഫ്ഗാനിയുണ്ട്, ഒരു ജോർഡാനിയുണ്ട്, അറബിയാണ്. അപ്പോൾ ഈ അഫ്ഗാനി എന്നോട് എപ്പോഴും ഓതുമ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വാവ് പറഞ്ഞു പോകുന്നല്ലാതെ നമ്മൾ ചുണ്ടൊന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ ഓതുമ്പോൾ അഫ്ഗാനി എന്നോട് പറയും, നിങ്ങൾ ഇങ്ങനെ ആക്കൂ. ഉറുദുവിലാണ് എന്നോട് സംസാരിക്കുക.
അവർ പറയും ചുണ്ട് ഇങ്ങനെ ആക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരും ഇങ്ങനെ. അപ്പോൾ ഊ എന്ന ആ വട്ടത്തിലേക്ക് അത് പറയണം, അപ്പോഴേ അത് വാവുള്ളൂ. വ വ വ ഐ വ എന്നൊക്കെ പറയുമ്പോൾ വ എന്ന സൗണ്ട് വരും. വ എന്ന് പറയും. അത് വട്ടത്തിലാവുമ്പേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ അലിഫ്ലാം ഉണ്ട്. ഈ അലിഫ്ലാമിന്റെ പ്രത്യേകത, അലിഫിന് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല, അതിന് ഗ്രേ കളർ കൊടുത്തിരിക്കുന്ന കാരണം എന്താ, തുടക്കത്തിലല്ലേ പറയേണ്ടതില്ല. പിന്നെ ലാമാണ്. ഈ ലാം നമ്മൾ നിർബന്ധമായും പറയും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ലാം പറഞ്ഞിട്ടില്ല. കാരണം ഈസി. മൂന്ന് അലിഫ് ലാം കഴിഞ്ഞിട്ടോ. 1 2 3 മൂന്ന് സ്ഥലത്തും പറഞ്ഞില്ല. കാരണം എന്താണ്? വെരി ഈസി. എന്താണ്? സുക്കൂൻ ഇല്ല. ഇവിടെയോ? ഇവിടെ സുക്കൂൻ ഉണ്ട്. അവിടെ സുക്കൂൻ ഉള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട്, ഇവിടെ മാത്രമല്ല തൊട്ടടുത്തതാ അവിടെയുണ്ട്, അവിടെയൊക്കെ നമ്മൾ പറയും. ഖുറാനിൽ എവിടെയാണെങ്കിലും ലാമിന് സുക്കൂൻ ഉണ്ടോ പറഞ്ഞിരിക്കും. ഇനി വാവ്. അപ്പോൾ ഈ ശരി കഴിഞ്ഞ് നേരെ എന്താ പറയാ? ഈ അലിഫ് പറയില്ല. ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഈ ലാമിലേക്ക് ഷെരിൽ. അവിടെ നമ്മൾ മനോഹരമായിട്ട് ഷെരിൽ ഉണ്ട, ഷെരിൽ വ, പിന്നെ വാവ്. വ ഇത് വസ്വാസ്. ശരിക്കും മലയാളത്തിൽ ഈ വാക്കുണ്ട് വസ്വാസ് എന്ന്. എന്റെ വസ്വാസ് വല്ലാത്തൊരു വസ്വാസ് എന്നൊക്കെ പറയല്ലേ. വ വസ്വാസ്, വസ്വാസ്, വസ്വാസി എന്ന് സീന് ഇവിടെ കെസറുള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ വലിയ വലിയ തെറ്റല്ല, ചെറിയൊരു തെറ്റ്. എന്നാൽ മിക്ക ആളുകളും കാര്യങ്ങളും ഇമാമിയങ്ങളും ഉസ്താദുമാർക്കും വരുന്ന തെറ്റാണ് പറയുന്നത് കേട്ടോ. വസ്വാസ് എന്ന് പറയും. വസ്വാസ്, അതായത് സീനിനെ കൽക്കല എന്ന് പറഞ്ഞ തജ്വീദിന് നിയമം ഉണ്ടാവും, പിന്നീട് നമുക്ക് പറഞ്ഞു പോവാം. ഇപ്പോൾ ആ അക്ഷരം വരുമ്പോൾ നമുക്ക് പറയാം. അങ്ങനെ തജ്വീദും കൂടെ എൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മളിപ്പം ബിസ്മില്ല എന്ന് പറയുമ്പോൾ ബിസ്മില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. ബിസ്മില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഇല്ല. അവിടെ വസ്വാസി എന്നാണ്. അൽ വസ്വാസി, വസ്വാസി. അവിടെ വസ്വാസി എന്ന് പറയില്ല, വസ്വാസി. ഓക്കെ. ഇതിലിപ്പോ ഒന്നും പുതുതായിട്ടില്ല. വാവിന് ഒരു അലിഫ് വന്നപ്പോൾ വ എന്നുള്ളത് വാനായി, സീന് കെസ്ര, താഴെ വന്ന സീനായി. വ വസ്വാസി. ആ 4 വാർഡ് ഫസ്റ്റത്തെ 3 പറഞ്ഞു നോക്കുക. മീൻ ഷെരിൽ വസ്വാസി കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്ത വേർഡ്. അടുത്ത വേർഡിൽ ഏതൊക്കെ അക്ഷരം? അലിഫുണ്ട്, ലാം. ഇതിപ്പോ ഇതുവരെ വരാത്ത അക്ഷരമാണ്. ഇത് പറയാൻ ചിലർക്ക് അറിയില്ല. ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഓതി പോകുമ്പോൾ ഈ സൗണ്ട് കിട്ടൂല. നേരത്തെ നമ്മൾ ഈ കോഫ് റോ പഠിച്ചില്ലേ? ജഹിരി ആയിട്ടുള്ള വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങൾ. എക്കോ സൗണ്ട് വരും. കോ റോ എന്ന് പറയുന്ന ആ സൗണ്ടിലേക്ക് ഇതും വരണം. ഇത് പറയാൻ ഏറ്റവും നല്ലത് നമ്മൾ കഫൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വായ നിറഞ്ഞ് തുപ്പാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പറയാം, അങ്ങനെ പറയില്ലേ? ആ സൗണ്ടാണ്. നന്നായിട്ട് കാറിങ് തുപ്പിയാൽ മതി എന്ന് പറയലുണ്ട്. അപ്പൊ അത് ആ സൗണ്ട് നമ്മൾ ഉണ്ടാക്കുക. അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഈ അറബിയിലൊക്കെ താലിയ അഹി എന്നൊക്കെ പറയുന്ന എന്ന സൗണ്ട് അത് വരണം. ഓക്കെ. അതാണ് ഹ, ഹ. പിന്നെ നൂനാണ്. ഈ നൂന് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ, നേരത്തെ മേലെ പറഞ്ഞ എല്ലാ സെയിം ആണ്. 1 2 3 3 നൂന് ഇതേപോലെ പഠിച്ചു. നാസ്. അപ്പൊ നാസ് തന്നെ ഇവിടെ ഖന്നാസ്. അവിടെ വസ് വസിൽ. ഈ അലിഫില്ല, ഈ അലിഫില്ല. സിൽ ഖന്നാസ്, ഖന്നാസ്. അപ്പൊ 4-ാമത്തെ ആയത്ത് മുഴുവനായിട്ട് ഒന്ന് ഓതി നോക്ക്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇനി ഫസ്റ്റ് മുതൽ 4 വരെ ആയത്ത് ഓതാൻ പോവാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആയ 2 മാലികിൻ നാസ് ഇലാഹിൻ നാസ്. അത് ബ്യൂട്ടി നമുക്ക് വരുത്തട്ടോ. തജ്വീദിൽ ബ്യൂട്ടി അല്ലെ ട്യൂണിങ് നമുക്ക് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ തജ്വീദ് നിയമം തെറ്റിക്കരുതെന്നേ ഉള്ളൂ. മാലിക്കിൻ നാസ് ഉണ്ടല്ലേ? ഞാൻ നോർമൽ ഓതുന്നതിനേക്കാൾ കുറച്ച് രസമായിട്ട് വരുന്നില്ലേ അത്? അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം.
ഇവിടെ മീൻ ഷർരിൽ ഖലീൽ അൽ ഹസരി ഉണ്ട്, ഷെയ്ഖ് ഇമാം. അദ്ദേഹമാണ് തജ്വീദിന്റെ ഇന്ന് ലോകത്ത് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ നമ്പർ 1 എന്ന് നമുക്ക് കൊടുക്കാം. ശരിക്കും മിഷാരി റാഷിദ് അൽ അഫാസിയാണ് ഏറ്റവും ട്യൂണിൽ നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം, രസം. ഞാൻ ഹുസരിയുടെ ഒരു ഖിറാത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് കേൾപ്പിക്കാം. ഹുസരിയുടെ ഒരു ഖിറാത്ത് ഒന്ന് കേൾപ്പിച്ചു തരാം. അത് എൻ്റെ കൂടെ മിഷാരിയുടേത് ഞാൻ കേൾപ്പിക്കാം. ഇതല്ല കേട്ടോ, അത് ഞാൻ ജസ്റ്റ് ആണ്. ശരി. ഇതാണ് ഹുസരി, ഇമാം ഹുസരിയുടെ ഖിറാഅത്ത് കേട്ടോ. മിഷാരിയുടേത് ആണ് കേൾക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ളത്. മിഷാരി റാഷിദ് അൽ അഫാസിയുടെയാണ്, അതുപോലെയുള്ള കാര്യങ്ങളുടെയാണ്. ദസാരി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുടെയും ഉണ്ട്. എന്നാൽ അവിടെ തജ്വീദ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, തിലാവത്ത് ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മിഷാരിയേക്കാളും ഒരുപടി മുന്നിൽ ഹുസരിയാണ് ആധികാരികമായിട്ട്. മിഷാരി പറ്റി പറയുകയാണെങ്കിൽ, മിഷാരി റാഷിദ് അൽ അഫാസി അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ, അതിൻ്റെ ഒരു ട്യൂണിങ് ഒക്കെ അതിൽ വരുത്തും. അപ്പോൾ അത് ചില ആലിമീങ്ങളൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ തിലാവത്ത് പഠനത്തിൽ അദ്ദേഹത്തിനെ എടുക്കാം. നമ്മൾ ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം, പക്ഷെ തജ്വീദ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഹുസരിയാണ്. അപ്പോൾ ഹുസരിയുടെ ഓത്തും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. തിലാവയാണ്, അതിലെ ട്യൂണിങ് പാട്ടാക്കലൊന്നും ഇതിൽ പറഞ്ഞതല്ല. നമ്മൾ ഖുർആന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഖുർആൻ അള്ളാന്റെ കലാമാണ്, അള്ളാന്റെ വാക്കാണ്. അപ്പോൾ നമ്മളെ ആരുടെങ്കിലും എഴുതി വെച്ച വാക്കല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇത് ഖുർആനാണ്. ഖുർആൻ ആരുടെ കലാമാണ്? അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ വാക്ക്. അള്ളാഹ് നമ്മളോട് സംസാരിക്കുകയാണ്, അള്ളാഹ് ടോക്ക് ചെയ്യണം നമ്മളോട്. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹിനോട് ടോക്ക് ചെയ്യുന്നു, അള്ളാഹ് ഖുർആനിലൂടെ നമ്മളോട് ടോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ടോക്ക് ചെയ്യുന്ന ഈ സംസാരമാണ്, അള്ളാഹിൻ്റെ കലാമാണത്. അപ്പോൾ ഇത് പാട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിനൊന്നും അല്ല, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ്. അപ്പം അതിന് 3 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1 തിലാവയാണ്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 അത് ഹിഫ്ള് ചെയ്യുക. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് അത് പിന്നെ തഫ്സീർ പഠിക്കുക, അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ ഇത് പകർത്താൻ പറ്റുള്ളൂ. ഈ 3 സ്റ്റെപ്പാണ് നമുക്ക് ഇതിൻ്റെ മുമ്പിലുള്ളത്. അതിൻ്റെ 1ാമത്തെ സ്റ്റെപ്പിൽ പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഞാൻ ഇത് അൽഹംദുലില്ലാ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഖുർആൻ്റെ തിലാവ അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഹിഫ്ള് ചെയ്യാൻ പറ്റുക. ഹിഫ്ള് ചെയ്യുന്ന ആളുകൾക്കാണ്, ഹിഫ്ള് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തഫ്സീറും പഠിച്ചാലാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക. മനസ്സിലാക്കിയാൽ പോരാ, അത് അക്കലിലുണ്ടായാൽ പോരാ, ബുദ്ധിയിലുണ്ടായാൽ പോരാ. നമ്മുടെ അമലിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീഖ് വേണം, അള്ളാഹിൻ്റെ ഹിദായത്ത് വേണം. അതുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് വലിയ കാര്യമാണ്, മനസ്സിലാവണമെന്ന് അറിയില്ല. ഏതായാലും അതിലേക്ക് എത്തണം. അതിൻ്റെ സ്റ്റെപ്പ് 1 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ കലാം, അള്ളാഹിൻ്റെ വാക്കുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ ഏറ്റവും വിശുദ്ധമായ വേദഗ്രന്ഥത്തിൻ്റെ പഠനത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി തഅല്ലമൽ ഖുർആന വഅല്ലമ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ. നിങ്ങളും ഞാനുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അൻതുമുൽ ആലാനു ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് ഖുർആനാണ് പറഞ്ഞത്. നമ്മളാണ് ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ, മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികളായ നമ്മൾ ഇത് പഠിക്കുമ്പോൾ, ഞങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പായി, ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതന്മാരാണ് അന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ റസൂലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, ആ വിഷയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിതൊക്കെ ഓർത്തിട്ട് പോകാൻ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടി വരുത്തിയില്ല. ഈ നൂനിന് ഖന്നാസ് എന്ന് പറയുന്നതിന് പകരം ഖന്നാസ് ഒരു സൗണ്ടിൽ കുറച്ചൊരു പിച്ച് അപ്പും ഡൗൺ ഒക്കെ ആക്കുമ്പോൾ രസം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഇതിൽ പാടുള്ളതാണ്, റൈറ്റ്. എന്നാലാവട്ടെ ഒരു 3 സെക്കൻഡ് നിർബന്ധമായിട്ട് ഇത് വെയിറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് കേൾക്കാക്കില്ല. റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് അങ്ങനൊന്നും ഓതരുത്, അതൊന്നും തിലാവില്ല. വറത്തിലിൽ ഖുർആന തർത്തീല.
തർത്തീലായിട്ട് ഖുർആൻ ഓതാൻ പാടുള്ളൂ. നിർത്തി നിർത്തി സാവകാശം, ഒഴിവില്ല തിരക്കാണ് നിങ്ങൾ ഓതണ്ട. അതാണ് പറയാനുള്ളത്. ഒഴിവും സമയവും തിരക്കില്ലാതെ ഇപ്പൊ എവിടെ ആണെങ്കിലും ഖുർആൻ ഓതുന്ന സ്ലോലി ആയിരിക്കണം. തിലാവ എന്ന് പറഞ്ഞാൽ അതാണ്. സ്പീഡിൽ ഓതത്തില്ല, പാടില്ല, ശരിയല്ല. പാടില്ല എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയും സ്പീഡ് ഓത്ത് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഓത്ത് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുമില്ല. അങ്ങനെ ഉള്ളത് തജ്വീദോടെ ഓതുന്നവർക്കാണ്, അല്ലാതെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ ഓതുന്നവർക്കുള്ളതല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അതും ഹുക്കുമുകൾ പാലിക്കാതെ എല്ലാം ഓതുന്നുണ്ട്. ഹുക്കുമ പാലിച്ചുകൊണ്ടാണ് സ്പീഡിൽ ഓതുന്നതും. ഓക്കെ, ഇനി 5-ാമത്തെ ആയത്തിലേക്ക് പോകാം. ചില വേർഡുകളൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്താണ്, എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഇവിടെയാണ് പുതിയൊരു പഠനം. നമ്മൾ ബലൂൺ അലിഫ് ഇവിടെ കിടക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. ബലൂൺ അലിഫ് നമ്മൾ എവിടെയൊക്കെ കണ്ടു? ഇവിടെ കണ്ടു, ഇവിടെ കണ്ടു, ഇവിടെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ വന്നാൽ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ചു. ആ എന്നുള്ള സൗണ്ട് വന്നു. അവിടെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അഊദു എന്ന് പറഞ്ഞ എന്ന സൗണ്ട് അല്ല ഇവിടെ വരുന്നത്. മലയാളത്തിലെ ആനോട് ഏകദേശം സാമ്യത ഉള്ള ഒരു ശബ്ദമാണ് വരും അവിടെ. അല്ലതി ഉണ്ടോ? അല്ലതി, അല്ലതി എന്നൊന്നും പറയണ്ട, അല്ലതി നോർമൽ അപ്പോ ഇവിടെ അഊദു ഉണ്ടോ? അഊദു എന്ന സൗണ്ട് അവിടെ ആനല്ല, എന്ന സൗണ്ടിന് പകരം ഇവിടെ നോർമൽ ആയാണ് തുടങ്ങിയത്. ഇനി ഏതൊക്കെ അക്ഷരങ്ങൾ ഇതിലുള്ളത്? ലാമുണ്ട്, ലാൽ, ഇത് ദാലല്ല. ഇതിന് നമ്മൾ ഈ അറബിയിലുള്ള ലാലിനെ ഇംഗ്ലീഷിലെ സെഡിന്റെ ഒരു സോഫ്റ്റ് ഫോം ആയിട്ട് എടുക്കുക. സോഫ്റ്റ് ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട്, നാവിന്റെ അറ്റം, പല്ലിന്റെ അറ്റം. അല്ലദീ. ഈ യാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ അക്ഷരത്തെ നീട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തജ്വീദിൽ പഠിച്ചില്ലേ മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. എൻ്റെ തജ്വീദ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റത്തെ തജ്വീദ് ക്ലാസ് തന്നെ അത് പഠിക്കണം. അത് പഠിച്ചവർക്കാണ് ഇതിലേക്ക് എത്തുള്ളൂ. അതാദ്യം പഠിച്ച് ലെസൺസ് ഒക്കെ കണ്ടവർ മാത്രമേ ഈ ക്ലാസ് കേൾക്കാവൂ. കാരണം അതാണ് ബേസ്. ആ ബേസ് ഉള്ളവർക്ക് ഞാൻ അതിൻ്റെ ഫോളോ അപ്പാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. അല്ലദീ കണ്ടോ? അല്ലദീ. അപ്പോൾ ദാല് കെസ്റ വന്നു, യാവും വന്നു. അല്ലദീ, അല്ലദീ. അപ്പോൾ ഇത് അല്ലദീ അങ്ങനെ പാട്ട് പാടാനൊന്നും പാടില്ല. ചിലർ അങ്ങനെ പോകുന്നത് കാണാം. അല്ലദീ, അത്രയേ ഉള്ളൂ. അല്ലദീ. ഇവിടെ ശരിക്കും അല്ലദീന്നേ ഉള്ളൂ. ഈ കൂട്ടാതെന്ന് പറഞ്ഞു നോക്കൂ. അല്ലദീ, അത്രയേ ഉള്ളൂ. ഈ അല്ലദിയെ ചേരുമ്പോൾ ദീനാവും. ഇപ്പൊ ഇത് ബ എന്നാണെങ്കിൽ ബി. അലിഫ് വാവിയ മദ്ദില്ലേ? അലിഫാണെങ്കിൽ നാ, ബാ. ഈ ആവുമ്പോൾ ഈ. ലൊമ്മ വന്നപ്പോഴോ? ലൊമ്മ ഇവിടെ വന്നല്ലോ. അവിടെ അയിന് വന്നല്ലോ. വാവ് വന്നു, അലിഫ് വന്നു, യാ വന്നു. ആ തജ്വീദ് നിയമം എല്ലാം അവിടെ വരുന്നുണ്ട്. നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ തജ്വീദ് പഠിച്ചു തന്നെ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ 5-ാമത്തെ ആയത്തിലെ 2-ാമത്തെ വേർഡ്. നേരത്തെ ഇവിടെ വസ്വാസ് പഠിച്ചിട്ടുണ്ട്, അതിൽ യാ ചേർന്നെന്ന് മാത്രം. യാ, വാവ്, സീൻ, വാവ്, സീൻ. യാക്ക് ദമ്മ, വാവിന്റെ മേൽ ഫത്ഹ, ഇത് സുക്കൂൻ. വസുവിസു. എത്ര ആളുകൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. എത്ര ആളുകളാ തെറ്റിക്കാന്നറിയാം. യുവസുവിസു. യുവസ് പഴയ ആളുകളാണ് പറയണ്ട. പണ്ടത്തെ ഒത്തുകാരൊക്കെ യുവസുവിസു എന്നാണ് പറയുക. യുവസ്വിസു, വസ്വിസു. വാവ് പറഞ്ഞ പോലെ വട്ടത്തിൽ ചുണ്ടാക്കണം. സീന് സോഫ്റ്റ് ആവണം. വസ്വിസു, യുവസ്വിസു. ഫീ, ഫി എന്നല്ല, ഫീ. അപ്പോൾ ഇതെന്താ അവിടെ ഫീ എന്ന് വരാൻ കാരണം? യാ ഉണ്ട്. ഇത് യാ ആണ് ശരിക്കും. ഈ താഴെ ഇത് കണ്ടില്ല, ഇത് യാ ആണ്. അപ്പോൾ ഫാന്റെ ചോട്ടിൽ ഇങ്ങനെ വരുമ്പോൾ യാ, ഫീ എന്നായി. ഫീ. അപ്പോൾ യുവസ്വി സുഫി, യുവസ്വി സുഫി. അപ്പോൾ യുവസ്വി സുവിന്റെ മുമ്പ് ഇവിടെ അല്ലതി ഉണ്ട്. അപ്പോൾ എങ്ങനെ ഓതും? അല്ലദീ യുവസ്വിസു ഫീ. പിന്നെ അടുത്ത വാക്ക് ഈ ബ്ലൂ കളർ അഥവാ ഹെക്കോ സൗണ്ട്, ഒരു ഹൈ പിച്ചിൽ വന്ന് സോ സോ. ഇതിന് മലയാളത്തിൽ നമ്മൾ ഭക്ഷണത്തിന് സ്വാദുണ്ടോ എന്ന് പറയില്ലേ? ആ സ്വ സ്വ സോ സോ സോ. വായ നിറച്ച് കയറണത്. സ്വാദിന്റെ സ്വാ പോരാ, വായ നിറച്ചിട്ടുള്ള സ്വാ ആയിട്ട് പറയണം. സുദൂർ, നെഞ്ച്. സുദൂർ, സുദൂർ, സുദൂർ. അങ്ങനെ ദൂ ആയത് വാവ് വന്നു. മദ്ദക്ഷരം അലിഫ് വാവ, ഐവ. അലിഫ് യാവ, ഐവ. ഉണ്ട ഐവ. മദ്ദക്ഷരം, മദ് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരങ്ങൾ 3 അതിൽ പെട്ടൊരു വാവ്.
അപ്പൊ ദാലിനെ വാവ് ചേരുമ്പോൾ എന്തായി? ദൂനായി. സ്വദൂരി, സ്വദൂരി, സ്വദൂരി. ദെൻ നൂൻ, അലിഫ്, സീൻ. നൂന് ഷദ് വന്നു. സുദൂരിന്നാസ്. അലിഫ് ലാം ഇല്ല, കാരണം അലിഫ് ബലൂൺ അലിഫാണ്, തുടക്കത്തിൽ ഉണ്ടല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ലാമിന് സുക്കൂനില്ല, അതുകൊണ്ട് അത് പറയേണ്ടതില്ല. ഇനി അഞ്ചാമത്തെ ആയത്തൊന്ന് ഓതി നോക്കുക. الذي يوسوس في صدور الناس. الذي يوسوس في صدور الناس. ഓതി നോക്കണേ ഒന്ന്. ഇനി ആറാമത്തെ ആയത്, അവസാനത്തെ ഇതോടുകൂടി ഈ സൂറത്ത് കഴിഞ്ഞു. മിന. ഈ മിന ഓതുമ്പോൾ അവിടെ നമ്മളൊരു മിന്നിന്റെ കാര്യം ഓർക്കണേ. നൂന് ഹർക്കത്തില്ലാത്തത് വന്നുകൊണ്ട് നമ്മൾ മീൻ പറഞ്ഞു. മിന, മിനൽ ലാമ് പറഞ്ഞു, പറയണം, കാരണം സുക്കൂനുണ്ട്. അലിഫ് പറയണ്ട, തുടക്കത്തിലല്ല. ജി നൂൻ, ജിൻ. ഇത് ചിലരും അത് മിനൽ ജിന്നതി വന്നാസ്. എങ്ങനെ ഈ ഗ്രീനും പരിഗണിക്കാതെ എന്ത് തിലാവത്താണ്? ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. അത് കുറച്ചുകൂടെ പാട്ടുകാരായ ആളുകളാണ് കുറച്ചുകൂടെ ഒന്ന് ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്താം ഈ ട്യൂണിങ്ങിൽ. പക്ഷേ തിലാവ എന്താവരുത്, ഇല്ലാതായി, തജ്വീദ് ഇല്ലാതായി പോകരുത് എന്നേ ഉള്ളൂ. മിനൽ ജിന്നത്തി വന്നാസ് എന്തായാലും ശരിയല്ല. നൂനെയും ഈ നൂനെയും കൺസിഡർ ചെയ്യാതെ അതിനെ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് മൂക്കുകൊണ്ട് പറയാതെ ഒരിക്കലും ഓതുന്നത് തിലാവാവില്ല. മിനൽ ജിന്നത്തി വന്നാസ് പറ്റില്ല. എങ്ങനെ പറ്റുക? മിനൽ ജിന്നതി വന്നാസ്. ഇനി നമ്മൾ മുഴുവനായിട്ടൊന്ന് ഓതി നോക്കാം. എൻ്റെ കൂടെ നിങ്ങൾ ഓതുക. ഓരോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഒന്ന് നമുക്ക് വലുതായിട്ട് തന്നെ ഓതാം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. എന്നെ രണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടോ, അത് അറിയാതെ സംഭവിച്ചു പോയതാണ്. നിങ്ങൾ ഓതുമ്പോൾ അങ്ങനെ വരരുത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, അങ്ങനെ തെറ്റ് വന്നതുകൊണ്ട്. തെറ്റ് നമ്മൾ എപ്പോഴും അഡ്മിറ്റ് ചെയ്യണം. മാലിക്കിൻ, ഞാൻ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയത് തന്നെ ആയിപ്പോയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ തെറ്റ് പോലും വലിയ തെറ്റാണ്. മാലിക്കിന്നാസ്. പിന്നെ ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഇത്രയേ ഉള്ളൂ തജ്വീദ്. മാഷാ അല്ലാഹ്. തുടക്കമാണ്. സൂറത്തുന്നാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അള്ളാഹു ഏറ്റവും നന്നായി തിലാവ ചെയ്യാൻ, വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് ഖുർആൻ നന്നായിട്ട് പഠിക്കാൻ തജ്വീദോടെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.